എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി അങ്ങനെ തുടർച്ചയായി 3 ദിവസം പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. 25,900 താഴെയാണ് നിഫ്റ്റി ഉള്ളത്. അതിനുശേഷം ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പ്രധാനപ്പെട്ട ഒരു ന്യൂസ്, US ഇന്ത്യക്ക് ഏകദേശം ഒരു 19% താരിഫ് കുറച്ചു. അത് നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയിൽ അല്ലെങ്കിൽ ഷ്രിംപ് എക്സ്പോർട്ട് കമ്പനീസിൽ, ഓട്ടോ എക്സ്പോർട്ട് കമ്പനീസിലെല്ലാം തന്നെ അതിൻ്റെ ഒരു ഗുണം കണ്ടു. അതിനുശേഷമാണ് ഇന്നലെ US ബംഗ്ലാദേശിന് അവരുടെ താരിഫ്, ബംഗ്ലാദേശിൻ്റെ ഉൽപ്പന്നങ്ങൾ US കയറ്റുമതി ചെയ്തതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ 0 താരിഫ് ആയിരിക്കുമെന്നുള്ള ഒരു വാർത്ത. കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് US അപ് ടു 10 ബില്യൺ വരെ ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ആവട്ടെ അപ് ടു 12 ബില്യൺ വരെ. കൂടാതെ ബംഗ്ലാദേശിൻ്റെ ഏറ്റവും നമ്പർ 1 എക്സ്പോർട്ട് കൺട്രി എന്ന് പറയുന്നത് US ആണ്. അപ്പോൾ അവർക്ക് ഇനി വളരെയധികം അവരുടെ ടോട്ടൽ എക്സ്പോർട്ടിന് തന്നെ 20% ആണ് US ഉള്ളത്. അപ്പോൾ ഇത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവരുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിൽ തന്നെ വലിയ ഗണ്യമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കൺസിഡർ ആയിരിക്കുന്ന ഒരു കാര്യം. കൂടാതെ തന്നെ നാളെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ, മറ്റന്നാൾ US-ൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റാസ് എല്ലാം തന്നെ ഉണ്ട്. അതും നമുക്ക് കീനായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നും ഉണ്ട്. ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് അശോക് ലൈലാൻഡും M&Mൻ്റെയും റിസൾട്ട് ഉണ്ട്. ബാറ്ററി നിർമ്മാതാക്കളായിട്ടുള്ള അമരരാജയുടെയും റിസൾട്ട് ഉണ്ട്. ഫാർമ സെക്ടറിൽ നിന്ന് ഡിവിസ് ലാബിൻ്റെയും ആസ്ട്രസെൻസിക്ക ഫാർമയുടെയും റിസൾട്ട് ഇന്നുണ്ട്. അഗ്രോ ഫീഡ് FMCG സെക്ടറിൽ നിന്നൊക്കെ അവാന്തി ഫീഡിൻ്റെയും അപ്പക്സ് ഫോഴ്സിൻ്റെയും റിസൾട്ട് ഉണ്ട്. ഇത് രണ്ടും ഷ്രിംപ് എക്സ്പോർട്ട് കമ്പനീസാണ്. ഇൻഫ്രാ സെക്ടർ മേഖലയിൽ നിന്ന് ഐക്കോൺ ഇൻ്റർനാഷണലിൻ്റെയും കപ്പാസിറ്റ ഇൻഫ്രാ പ്രൊജക്റ്റിൻ്റെയും റിസൾട്ട് ഉണ്ട്. PSU എനർജി സെക്ടറിൽ നിന്ന് SCVൻ്റെയും GE പവറിൻ്റെയും റിസൾട്ട് ഇന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒന്ന് പോകാം. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $19 ഉയർന്ന 5045, സിൽവർ $1 ഉയർന്ന് 81, ബിറ്റ് കോയിൻ $1200 ഇടിഞ്ഞ് 69,000, ബ്രന്റ് ഓയിൽ 69, നാച്ചുറൽ ഗ്യാസ് 3.1, നിഫ്റ്റി 26,045. നമുക്കുണ്ടായിരുന്ന ക്ലോസിങ് 25,969. ഡോ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 107 പോയിൻറ്റ് പ്ലസ്സിലാണ്. ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ പ്ലസ്സിൽ തന്നെയാണ്. ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ നാസ്ഡാക്ക് ഇടിഞ്ഞിരുന്നു, ഡോ ഫ്ലാറ്റായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് വിത്ത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് നെഗറ്റീവ് ആയിരുന്നു, യൂറോപ്യൻ മാർക്കറ്റും മിക്സ്ഡ് വിത്ത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നമ്മുടെ ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പിൽ തന്നെയാണ്. കാരണം ഇന്നലെയും FIS ഇന്ത്യൻ മാർക്കറ്റിൽ 69 കോടി രൂപയുടെ ബൈ നടത്തി. ഓൾ ടുഗദർ ഈ ഒരു മാസം 4,969 കോടി രൂപയുടെ ബൈയിങ്ങിലാണ് FIS ഉള്ളത്. ഇനി ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലാണ് നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ബുക്ക് ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും സ്വിങ്ങിൻ്റെയും ക്ലാസ് ഉണ്ട്. നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ബ്രിട്ടാനിയ നെറ്റ് പ്രോഫിറ്റ് 17% ഉയർന്ന് 680 കോടി രൂപയായി. ഐഷർ മോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 21% ഉയർന്ന് 1420 കോടി രൂപയായി. ജുബിലൻറ്റ് ഫുഡ് നെറ്റ് പ്രോഫിറ്റ് 69% ഉയർന്ന് 73 കോടി രൂപ കരസ്ഥമാക്കി. BHCL ഗവൺമെൻറ് ഓഫീസിലൂടെ സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഗ്രാസിം ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 1037 കോടി രൂപയാണ്, 26% വർധനവ് രേഖപ്പെടുത്തി. ടൈറ്റാൻ നെറ്റ് പ്രോഫിറ്റ് 61% ഉയർന്ന് 1684 കോടി രൂപ കരസ്ഥമാക്കി. HEG കമ്പനി നെറ്റ് പ്രോഫിറ്റ് 207 കോടി രൂപയാണ്, 83 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഉയർന്നു. ടോറൻറ്റ് പവർ നെറ്റ് പ്രോഫിറ്റ് 476 നിന്ന് 640 പ്രോഫിറ്റ് ഉയർന്നു. സുബെക്സ് നെറ്റ് പ്രോഫിറ്റ് അവർ 3 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി തവണ 2 കോടി രൂപ പ്രോഫിറ്റാണ്. ഗുൽഷൻ പോളി കമ്പനി 6 കോടി രൂപയിൽ നിന്ന് 40 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ആഷ്യാന ഹൗസിംഗ് 10 കോടി രൂപയിൽ നിന്ന് 56 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. അപ്പോളോ ഹോസ്പിറ്റൽ 372 നിന്ന് 500 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. യുണൈറ്റഡ് ബിവറേജ് കമ്പനി 38 കോടി രൂപയിൽ നിന്ന് 80 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.